ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. ഉണക്കമീൻ പ്രേമികൾക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വേറെയൊന്നുമല്ല, ഉണക്കമീനും പച്ചക്കായും കൂടി തേങ്ങ അരച്ച കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഈ കറി വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് ഉണക്കയിലയാണ് കേട്ടോ. ഇവിടെ ഉണക്കയില കിട്ടാത്തത് കൊണ്ടിട്ട് ഞാനിവിടെ കിട്ടുന്ന വലിയ തുണ്ടൻ കഷ്ണങ്ങളായിട്ടുള്ള ഉണക്കമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും നല്ല ഉപ്പുള്ള മീനാണെന്ന്. ഒത്തിരി കല്ലുപ്പൊക്കെ ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവരെ ഒരു 2-3 പീസുകളൊക്കെ ആയിട്ട് മുറിച്ച് ആദ്യം തന്നെ പറ്റി പിടിച്ചിരിക്കുന്ന ഉപ്പൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണേ. പലരും പല ടെക്നിക്കുകളാണ് കേട്ടോ ഉണക്കമീൻ്റെ ഉപ്പ് കളയാൻ ഉപയോഗിക്കുന്നത്. ചിലവർ ന്യൂസ് പേപ്പർ ഉണക്കമീൻ്റെ ഒപ്പം വെള്ളത്തിലിടാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം മാറ്റി മാറ്റി ഉപ്പ് കളഞ്ഞാണ് എടുക്കാറ് ഇവിടെ പതിവ്. നിങ്ങൾക്ക് എന്ത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെന്ന് പറയണേ. പിന്നെ ഇത് കറി വയ്ക്കാനായതുകൊണ്ടിട്ട് അധികം ടൈം വെള്ളത്തിലിട്ടേ ഉപ്പ് കളയണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം പുളിയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കറിക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യാതിരുന്നാൽ അത് കറക്റ്റ് ആയിക്കോളും. അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കാം. ഇതിൻ്റെ തൊലി വിളിച്ചെടുക്കാൻ ഇച്ചിരി പണിയുണ്ടേ. പിന്നെ ഇത് നല്ല പീസായിട്ടുള്ള മാംസം കൂടുതലുള്ള ഉണക്കമീനായതുകൊണ്ടിട്ട് മുള്ള് കുറവാണ്. നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഈ മുഴുവൻ ഉണക്കമീനും കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കണില്ല കേട്ടോ. കുറച്ച് പൊടിച്ച് വറക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2-3 ചുള കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. ഇനി ഈ കറിയുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ പച്ചക്കായയ്ക്ക് പകരം ചേമ്പും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടേ. ഒരു പച്ചക്കായാണ് കേട്ടോ ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പച്ചക്കായയുടെ വരമ്പൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഇടാം. കായയുടെ കറ കളയാൻ ഇതാണ് കേട്ടോ എളുപ്പവഴി. പിന്നെ നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറയൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടുമേ. അങ്ങനെ കായ കഷ്ണങ്ങളെ നന്നായിട്ട് കഴുകി കറിക്ക് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ അരിയണ നേരം വരെ ഇതിനെ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി ആണെങ്കിൽ അതാണ് നല്ലത്. ഉള്ളിയും ഇഞ്ചിയും പച്ചോളം കൂടി ചതച്ചെടുക്കാം. ഞാനിവിടെ സവോളയും ഇഞ്ചിയും പച്ചോളവും അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഈ കറി തേങ്ങ അരച്ച കറി ആയതുകൊണ്ടിട്ട് തേങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി ഈ കറി മൺചട്ടിയിൽ വയ്ക്കുന്നത് ഇച്ചിരി കൂടി നല്ലതായതുകൊണ്ടിട്ട് മൺചട്ടിയിലേക്ക് ആദ്യം തന്നെ നുറുക്കി വെച്ച ഉണക്കമീൻ പീസുകളും അതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതും വേപ്പിലയും പിന്നെ പച്ചക്കായ ഇട്ട് തേങ്ങ അരപ്പും പുളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വയ്ക്കുക. നേരത്തെ പറഞ്ഞിരുന്ന മാതിരി ഉപ്പുള്ള മീനായതുകൊണ്ടിട്ട് ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കറിയെല്ലാം വെന്ത് കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കറി വെന്ത് കഴിയുമ്പോഴേക്കേ അതിലേക്ക് കടുക് താളിച്ചിട്ട് കറി നിർത്തി വയ്ക്കുക കേട്ടോ. കടുക് താളിക്കുമ്പോഴേ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യുന്നത് നല്ലതാണേ. ഇപ്പോൾ കണ്ടാൽ ചാറ് കുറച്ച് കൂടുതലുള്ളതായിട്ട് തോന്നുമെങ്കിലും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി കൊഴുത്ത ചാറായിട്ടുള്ള നല്ല ഉണക്കമീൻ പച്ചക്കായ കറി റെഡിയാണ് കേട്ടോ. ചൂട് ചോറിനൊപ്പം വേറെ കറിയൊന്നും വേണ്ട, ഈ ഒരൊറ്റ കറി മാത്രം മതി ഒരു പറ ചോറിന്. കറി വെച്ച ഉടനെ തന്നെ കഴിക്കാനും നല്ലതാണേ. അതല്ലെങ്കിൽ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഉണക്കമീൻ ലവേഴ്സിന് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കിയിട്ടില്ലാത്തവരെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.